ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. അപ്പോൾ ഈ വീഡിയോയിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഏരിയ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ മെയിനായിട്ട് രണ്ട് മെത്തേഡാണ്. ദർ ആർ two methods of calculating profit or loss under single entry system. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് രീതിയാണ് വരുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അത് ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഒന്നാമതായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും രണ്ടാമത്തത് കൺവേർഷൻ മെത്തേഡും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡിനെ നമ്മൾ നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡിലൂടെയാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ് വർത്ത് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡിന് നമുക്ക് നെറ്റ് വർത്ത് മെത്തേഡ് എന്നും അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടും അതേപോലെ തന്നെ, അതായത് ഒരു ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സും ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സിന്റെ ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ ഒരു ബുക്കും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഈ ക്യാഷ് ബുക്ക്, ഡെപ്റ്റേഴ്സിന്റെ ബുക്ക്, ക്രെഡിറ്റേഴ്സിന്റെ ബുക്ക്, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വൺ സൈഡ് അല്ലെങ്കിൽ ഒരു ആസ്പെക്ട് മാത്രമേ, ട്രാൻസാക്ഷന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളൊരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ് ഇൻ ദി ലെഡ്ജർ. കാരണം നമ്മൾ അവിടെ നോമിനൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കറിയാം മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് അക്കൗണ്ട് ആണ്. ഒന്ന് റിയൽ അക്കൗണ്ട്, ദെൻ രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട്, ദെൻ മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട് അല്ലെ. അപ്പൊ റിയൽ അക്കൗണ്ടിലാണ് ഇപ്പൊ ക്യാഷ് ഒക്കെ വരുന്നത്. അപ്പൊ ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡെപ്റ്റേഴ്സിന്റെ വിവരങ്ങളും ക്രെഡിറ്റേഴ്സിന്റെ വിവരങ്ങളും. പക്ഷെ നമ്മൾ നോമിനൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ മൂന്ന് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നും സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ആസ്പെക്ട് മാത്രമേ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് സൈഡും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നോമിനൽ അക്കൗണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ബട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർട്ടൈൻഡ് അക്കോർഡിംഗ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡ്. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡിലൂടെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡിന്റെ സഹായത്തോടു കൂടി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡാണ് ആ മെത്തേഡ് എന്ന് ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ മെത്തേഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ക്യാപിറ്റൽ കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ്വർത്ത് മെത്തേഡിലൂടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഇപ്പൊ ഇവിടെ രണ്ട് ഡിഫറെന്റ് ഡേറ്റ്സിലുള്ള ക്യാപിറ്റൽ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് നിർണ്ണയിക്കുന്നത്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലും ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റലും. ഓക്കെ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ
പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യണത്. അതാണ് ഈ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ഈ മെത്തേഡ് നമുക്കൊന്ന് ഓർക്കാനുള്ള ഒരു ഹിൻ്റാണ് എന്ത് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, under this method, profit or loss is computed by comparing the capital of the businesses on two different dates. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റ്സിലുള്ള, അതായത് വ്യത്യസ്ത തീയതികളിലുള്ള ക്യാപിറ്റൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ്വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ കമ്പയറിംഗ് ദി ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്. അപ്പോൾ മറ്റു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഈസ് അസേർട്ടൈൻഡ്, പ്രോഫിറ്റ് നമ്മൾ അസേർട്ടൈൻ ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ബൈ കമ്പയറിംഗ് ദി ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്. ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ആൻഡ് ദി ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ മെത്തേഡിൽ നമ്മൾ അസേർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പഠിക്കാനുള്ള ഒരു ഈസി വേ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 1 lakh rupees ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 80,000 rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 lakh മൈനസ് 80,000, 1 lakh മൈനസ് 80,000 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20,000. അപ്പോൾ ഈ 20,000 ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ സപ്പോസ് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ഒരു 80,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000 ആണ്. പക്ഷെ നമ്മളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 1 lakh rupees ആണ്. അതായത് ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ദാറ്റ് ഈസ് നമ്മളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000 rupees ആണ്. ബട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് 20,000 ആണ് കിട്ടുക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20,000. അപ്പോൾ ഈ മൈനസ് 20,000 എന്ന് പറയുന്നത് എന്താണ്? ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രോഫിറ്റ് അസേർട്ടൈൻ ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് നോട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ഡീറ്റെയിൽസ് ഓഫ് പർച്ചേസസ്, സെയിൽസ് ആൻഡ് അതർ നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് ഗിവൺ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ദാറ്റ് ഈസ് വെൻ ഡീറ്റെയിൽസ് ഓഫ് പർച്ചേസസ്, സെയിൽസ് ആൻഡ് അതർ നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് ഗിവൺ. ഇപ്പം നമുക്ക് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ മറ്റ് നോമിനൽ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ കേസിൽ മാത്രമാണ് നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ദ നെക്സ്റ്റ്, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഓർ ലോസ്, എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് പ്രിപ്പയർഡ്. നമ്മൾ ഒരു പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്രൊസീജിയർ ഓഫ് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ദി ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ താഴെ പറയുന്ന പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തത് സ്റ്റെപ്പ് 1. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. അപ്പം നമ്മൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു വർഷത്തിൻ്റെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് കേസിലാണിത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്? ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ. അപ്പം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കി നോക്കൂ. ഇതേപോലെ തന്നെ നമുക്ക് ഇഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ, നമുക്ക്
ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൽ എൻഡ് ചെയ്യുന്നതിന് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ലൈക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. നമ്മളൊരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസേർട്ടൈൻ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ലെങ്കിൽ മാത്രം ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് 3, ആഡ് ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പ്രൊപ്രൈറ്റർ ഡ്യൂറിംഗ് ദി ഇയർ ടു ദി എമൗണ്ട് ഓഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പം നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം പ്രൊപ്രൈറ്റർ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിന് എമൗണ്ട് വിഡ്രോ ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ആഡ് ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഏതിൻ്റെ കൂടെ? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ബിക്കോസ് കാരണം എന്താണ്? ഡ്രോയിങ്സ് ഹാവ് റെഡ്യൂസ്ഡ് ദി ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. കാരണം ഡ്രോയിങ്സ് നമുക്ക് ആ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയറിൽ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലിന് കുറഞ്ഞിട്ടേ കാണിക്കുള്ളൂ, ക്യാപിറ്റൽ കുറച്ച് കാണിക്കും. സോ അത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 4. ഇഫ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അപ്പോൾ ആ വർഷത്തിൽ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന്, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പം നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദാറ്റ് ഈസ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഡിഡക്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫ്രം ദി അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന്, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ദി ട്രേഡിംഗ് പ്രോഫിറ്റ്. അതാണ് എന്ത്? ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് പ്രകാരം നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അസേർട്ടൈൻ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇനി ഇവിടെയും നമ്മളൊരു നോട്ട് പറയുന്നുണ്ട്. ഈ നോട്ടൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോട്ട് പറയുന്നുണ്ട്. എന്താണ് നോട്ട്? ദാറ്റ് ഈസ് ഇഫ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ ദാൻ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ. അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. ഇഫ് ദി റിവേഴ്സ് ഹാപ്പൻസ് ദി ഡിഫറൻസ് ഈസ് ഗ്രോസ് ലോസ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലും അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. ദെൻ നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഒരു പ്രൊഫോമയാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊഫോമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസേർട്ടൈൻ ചെയ്യാൻ. അപ്പോൾ ആദ്യം എന്താണ്? ഫസ്റ്റ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പ്രൊസീജിയറിൽ നമ്മൾ പ്രൊസീജിയറിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചെയ്യണം. അതായത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ഡ്രോയിങ്സ് ആഡ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. ഡ്രോയിങ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക. ദെൻ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിനെയാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് ക്ലോസിംഗ് ക്യാപിറ്റൽ
പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ദെൻ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഇഫ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ ദാൻ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും. അല്ല ലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 1, ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000, കറന്റ് ഇയർ ഡ്രോയിങ്സ് 6,000, അഡീഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000 തന്നിട്ടുണ്ട്. കറന്റ് ഇയർ ഡ്രോയിങ്സ്, അതായത് ഡ്രോയിങ്സ് 6,000 രൂപയാണ്. അഡീഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ, അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു പ്രൊഫോമ വെച്ചിട്ടാണ് ചെയ്യുക. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ, ദെൻ അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ക്യാപിറ്റൽ കുറക്കണം. അപ്പം നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതുപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരിക. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 80,000 അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000 പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഡ്രോയിങ്സ് നമ്മളോട് പറഞ്ഞ എത്രയാണ്? 6,000. അപ്പോൾ 80,000ൻ്റെ കൂടെ 6,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 86,000 കിട്ടും. ദെൻ അതിൽ നിന്ന് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. ദാറ്റ് ഈസ് 86,000 ലെസ് അഡീഷണൽ ക്യാപിറ്റൽ that is 10,000, that is equal to 76,000. ഈ 76,000 എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം, കുറക്കണം അല്ലേ? അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് എത്ര കിട്ടി? 76,000. അതിൽ നിന്ന് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് 50,000. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ 76,000ൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക, 50,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 26,000 കിട്ടും. ദാറ്റ് ഈസ് ദി പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? That is, statement of affair method is adopted when details of purchases, sales and other nominal accounts are not given. Okay, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ത്രൂ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ മെത്തേഡ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.